നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യപരമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് തമ്മിൽ സംസാരിക്കാമെന്ന് കരുതുകയാണ്. പണ്ട് നമ്മുടെ സാഹിത്യത്തിലൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന ചില കൃതികളാണ് ചമ്പൂക്കൾ. ഇപ്പോൾ പുരാണ കഥകളൊക്കെ തന്നെ രാമായണം, മഹാഭാരതം, അങ്ങനെ പല നമ്മുടെ പുരാണ കഥകളൊക്കെ തന്നെ ചമ്പൂക്കൾ എന്നുള്ള പേരിൽ എഴുതിയിരുന്നു പഴയ കാലത്തെ കവികൾ. അങ്ങനെ പഴയ കാലത്ത് ചമ്പൂക്കൾ എഴുതിയിരുന്നു. ഒരു ചമ്പു രാമായണം ചമ്പു, ഉത്തരരാമചരിതം ചമ്പു എഴുതിയിട്ടുള്ള ഒരു കവിയാണ് ചാത്തുക്കുട്ടി മന്നാടിയാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒറ്റ ശ്ലോകങ്ങൾ പോലെയല്ല, ഞാൻ സംസ്കൃതം പഠിച്ച എൻ്റെ ഗുരുനാഥൻ ചൊല്ലി കേട്ടിട്ടുള്ള ഒരു ശ്ലോകമാണ്. ശ്രീരാമൻ സീതാദേവിയെ കാണാതായിട്ട് സീതാവിരഹത്തിൽ ഇങ്ങനെ മനം നൊന്ത് നടക്കുന്ന ആ ശ്രീരാമൻ്റെ ഒരു വിലാപത്തെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പരാമർശിക്കുന്നത്. ചാത്തുക്കുട്ടി മന്നാടിയാർ എന്ന് പറയുന്ന ഒരു കവി, പഴയ കാല ഉത്തരരാമചരിതം ചമ്പുവിലുള്ളൊരു ശ്ലോകമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പലരും കേട്ടിട്ടുണ്ടാകില്ല. കേട്ടിട്ടുള്ളവർ ഒന്നുകൂടി ഒന്ന് ഓർക്കുക, അത്രേ വേണ്ടൂ. കേട്ടോളൂ ഈ ശ്ലോകം. അയ്യയ്യോ പിളരുന്നു ദേവി, ഹൃദയം കത്തുന്നു ചിത്തം സദാ. അയ്യയ്യോ ദേവി, പിളരുന്നു ദേവി, അതായത് എൻ്റെ തലേക്ക് അങ്ങടെ ദേവി കാണാതെ കണ്ടുള്ള വിരഹദുഃഖം കൊണ്ട്, സീതാദേവിയെ കാണാണ്ടുള്ള വിരഹം ദുഃഖം കൊണ്ട് ശ്രീരാമൻ്റെ ഒരു വിലാപമാണിത്. ഹൃദയം കത്തുന്നു, ഹൃദയമൊക്കെ കത്തി നീറുകയാണ് എനിക്ക്. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, എൻ്റെ മനസ്സ് എന്തെന്നില്ലാതെ വിരഹദുഃഖത്തിൽ മുഴുകിയിരിക്കുന്നു. മെയ്യിൽ സന്ധികൾ വേർപെടുന്നു, എൻ്റെ ശരീരത്തിലെ സന്ധികളൊക്കെ ഇങ്ങനെ വേർപെട്ട് പോവുക എന്ന് വെച്ചാൽ കയ്യും കാലും അങ്ങോട്ട് കുഴഞ്ഞു പോവുക. ഭുവനം തോന്നുന്നുമേ ശൂന്യമായി. ഭുവനം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ഇവിടെ കാണുമ്പോൾ എനിക്ക് ഒന്നും കാണാനില്ല. എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറിയിട്ട് ഈ ഭൂലോകം മുഴുവൻ ശൂന്യമായതുപോലെ എനിക്ക് തോന്നുകയാണ്. എന്നാത്മാവ് മയങ്ങി, എൻ്റെ ആത്മാവിനൊരു ഉഷാറുമില്ല, ഒരു ഉന്മേഷവുമില്ല. എനിക്കിങ്ങനെ മയങ്ങി പോവുക. എൻ്റെ ആത്മാവ് മങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് ജീവിതത്തിൽ ഒരു മോഹമില്ലാതായി. മഞ്ഞയിരുളിൽ താഴുന്നു, ഇരുളിൽ ഇങ്ങനെ താഴ്ന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. മേമൂച്ചയാൽ ഇന്നെല്ലാം മറയുന്നു, എല്ലാം എനിക്കിങ്ങനെ എൻ്റെ മുമ്പിൽ കൂടെ മറഞ്ഞു പോകുന്നതായി തോന്നുക. ഭാഗ്യരഹിതൻ ഞാൻ എന്ത് ചെയ്യേണ്ടുക, ഞാൻ തീരെ ഭാഗ്യമില്ലാത്തവനായല്ലോ, ഭാഗ്യരഹിതനായല്ലോ. അല്ലെങ്കിൽ ഈ ലങ്കയിൽ നിന്നുമൊക്കെ വന്നിട്ട് ഈ ശ്രീരാമൻ എൻ്റെ പത്നിയായ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകലൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണോ? എൻ്റെ ജീവിതം ജീവനുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ എനിക്ക് ജീവനുള്ളതിൻ്റെ ഒരു ലക്ഷണങ്ങളുമില്ല. എൻ്റെ മനസ്സ് ശരിയല്ല, ശരീരവും ശരിയല്ല, എൻ്റെ ചിന്തകൾ തന്നെ ശരിയല്ല. ദേവിയെ കാണാതെയുള്ള ആ വിരഹ ദുഃഖം അല്ലയോ സീതാദേവി എന്നെ വല്ലാതെ തളർത്തുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ ശ്ലോകം ചൊല്ലാം. അയ്യയ്യോ പിളരുന്നു ദേവി, ഹൃദയം കത്തുന്നു ചിത്തം സദാ. മെയ്യിൽ സന്ധികൾ വേർപെടുന്നു, ഭുവനം തോന്നുന്നു മേ ശൂന്യമായി. എന്നാത്മാവ് മങ്ങിയിരുളിൽ താഴുന്നു, മൂർച്ചയാൽ ഇന്നെല്ലാം മറയുന്നു. ഭാഗ്യരഹിതൻ ഞാനെന്തു ചെയ്യേണ്ടുക. ഇത് എനിക്കൊരു ഇഷ്ടം തോന്നി ഈ ശ്ലോകത്തോട്, ഞാൻ അതൊന്ന് ചൊല്ലി അവതരിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് ഈ കവി VC ബാലകൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹത്തിന് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്, ഒരു കൃതിയാണ് ഒരു വിലാപം. അദ്ദേഹത്തിൻ്റെ വിലാപം എന്ന് പറഞ്ഞാൽ കരച്ചിൽ. അദ്ദേഹം കരയുക തന്നെയാണ്. എന്തിനാ കരയുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി.
ഭാര്യ മരിച്ചു പോയി, കുട്ടികൾ, ചെറിയ കുട്ടികൾ. ഭാര്യ അങ്ങ് പെട്ടെന്ന് മരിച്ചപ്പോൾ അത് ഭാര്യയുടെ ആ വിടവ്, ശൂന്യത നികത്താൻ ഒരു വഴിയില്ല. അതുകൊണ്ട് ഭാര്യയെപ്പറ്റി ഓർത്തുകൊണ്ട് ഭാര്യയ്ക്ക് അങ്ങേ ലോകത്തേക്ക് പോകാനുള്ള യാത്രാമംഗളം നേർന്നുകൊണ്ട് ഒരു വിലാപം എന്ന് പറയുന്ന ഒരു കൃതിയിൽ VC ബാലകൃഷ്ണ പണിക്കർ എഴുതിയൊരു ശ്ലോകമാണിത്. മാനം മര്യാദ മാന്യപ്രണയമധുരമാം ശീലമൊക്കുന്ന മട്ടിൽ ദാനം തൊട്ടുള്ള നാനാഗുണ വിഭവമിണങ്ങിടുമെൻ പ്രാണസഖീ ജ്ഞാനാദ്യനൈകരൂപാമൃതമണയുവതിൻ യുവതിൻ മണയുവതിൻ നിന്നുള്ള നിന്നന്ത്യയാത്ര ആനന്ദം കൈവരട്ടെ തവ വിമലകഥാവസ്തു ശേഷിച്ചിടട്ടെ. അതായത് മരിച്ചുപോയ തൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്ന ചില ഗുണഗണങ്ങളെപ്പറ്റി ഒന്ന് ഓർക്കുകയാണ്. മാനം, അതായത് അഭിമാനമുള്ള സ്ത്രീയായിരുന്നു അവർ. നിൻ്റേതായ അഭിമാനം, അതുപോലെ മറ്റുള്ളവരോട് എത്ര മര്യാദയോടെയാണ് നീ പെരുമാറിയിരുന്നത്. നിൻ്റേതായ അഭിമാനം, മര്യാദ, പിന്നെയോ മാന്യ പ്രണയമധുരമാം ശീലമൊക്കുന്ന മട്ടിൽ, പ്രണയമധുരമായ ശീലം, അതായത് ആരോടും വളരെ സ്നേഹത്തോടുകൂടി മധുരമായ സംഭാഷണമാണ് നീ കാഴ്ചവെക്കാറുള്ളത്. അത് ആർക്കും നിന്നോട് സ്നേഹം തോന്നുന്ന വിധത്തിലുള്ള വർത്തമാനം. പിന്നെയോ അത് കഴിഞ്ഞിട്ട് ഒക്കുന്ന മട്ടിൽ എന്ന് വെച്ചാൽ തൻ്റെ കഴിവനുസരിച്ച് തനിക്ക് ആകുന്ന മട്ടിൽ ദാനം, മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുമായിരുന്നു. പണമായിട്ടും ഭക്ഷണമായിട്ടും വസ്ത്രങ്ങളായിട്ടും നല്ലൊരു ദാനശീലയായിരുന്നു തൻ്റെ പത്നിയെപ്പറ്റി ഓർക്കുകയാണ്. അവർ പലർക്കും പലതും ദാനം കൊടുക്കാറുണ്ട്. അതും അങ്ങനെയുള്ള ആ നാനാ ഗുണഗണ വിഭവമിണങ്ങിടുമെൻ പ്രാണസഖി, ഇത്തരത്തിലുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്ന എൻ്റെ പ്രാണസഖി ജ്ഞാനാദനൈക രൂപാമൃതമണയുവതിനുള്ള നിന്നന്ത്യയാത്ര. അതായത് എന്താ ഈ പറയുന്നതെന്ന് വെച്ചാൽ ദാനധർമ്മങ്ങൾ തുടങ്ങിയ വിവിധ ഗുണഗണങ്ങളുള്ള എൻ്റെ ജീവനാഡിയായവളെ, എൻ്റെ ജീവിതത്തിൽ ഭാര്യയാണ് സർവസ്വവുമായിരുന്നത്. അങ്ങനെയുള്ളവളെ ഭഗവാനിൽ വിലയം ചെയ്യാനിരുന്ന നിനക്ക് ആനന്ദം, നീയെ ഭഗവാനിലേക്ക് ലയിക്കാനായിട്ടാണ് പോയിരിക്കുന്നത്. നിൻ്റെ ആത്മാവ് ആ വിഷ്ണുപാദം പോകുകയാണ് ചെയ്തത്. ആ ഭഗവാന്റെ പാദങ്ങളിലേക്ക് പോകാനായിട്ട്, ഭഗവാന്റെ സാമീപ്യത്തിൽ എത്താനായിട്ടുള്ള നിൻ്റെ ആ യാത്ര, അത് എത്രയും ആനന്ദം കൈവരട്ടെ, അത് നിനക്ക് വളരെ സന്തോഷകരമായൊരു യാത്രയായി തീരട്ടെ. തവ വിമല കഥാവസ്തു ശേഷിച്ചിടട്ടെ, നിൻ്റെ അന്ത്യയാത്ര എത്രയും സുഖകരമായി തീരട്ടെ, ആനന്ദകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് കവി പറയുന്നത്. ഭാര്യയെപ്പറ്റിയും ഭാര്യയുടെ ഗുണഗണങ്ങളെപ്പറ്റിയും ഓർത്തുകൊണ്ട് അങ്ങലോകത്തേക്കുള്ള, മരണാനന്തര ലോകത്തേക്കുള്ള, വിഷ്ണുപാദം പോകുന്നതിനുള്ള യാത്രയിലേക്കുള്ള യാത്ര ആനന്ദകരമാകാൻ പ്രാർത്ഥിക്കുകൂടി എന്ന് പറഞ്ഞാൽ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നമ്മൾ മരണാനന്തരം എല്ലാവരും ചെയ്യുന്നത് തന്നെയാണല്ലോ. ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ ഈ ശ്ലോകം ഒന്ന് വായിക്കാം. മാനം മര്യാദ മാന്യ പ്രണയമധുരമാം ശീലം ഒക്കുന്ന മട്ടിൽ ദാനം തൊട്ടുള്ള നാനാഗുണ വിഭവമിണങ്ങിടുമെൻ പ്രാണസഖീ എങ്ങേടുമെൻ പ്രാണസഖി ജ്ഞാനാദ്യനൈകരൂപാമൃതമണയുവതിന്നു നിന്നന്ത്യയാത്രയ്ക്കാനന്ദം കൈവരട്ടെ തവ വിമല കഥാവസ്തു ശേഷിച്ചിടട്ടെ. എല്ലാവിധ തൻ്റെ ഭാര്യയ്ക്ക് മരണാനന്തരമുള്ള യാത്ര, അതായത് ആത്മാവിനെ നിത്യശാന്തി നേർത്തുകൊണ്ട് എഴുതിയ ഒരു വിലാപം എന്ന VC ബാലകൃഷ്ണ പണിക്കരുടെ കൃതിയിൽ നിന്നുള്ള ഒരു മനോഹരമായ ശ്ലോകമാണിത്. ഈ ശ്ലോകം കൂടെ ഞാൻ ഇന്നത്തെ സാഹിത്യ പങ്ക്തിയിൽ ഒന്ന് ഓർമ്മിക്കുന്നു.
ഒരു പ്രാവശ്യം കേട്ടു നോക്കൂ. കേട്ടിട്ട് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കാം. എന്നിരുന്നാലും ഒന്നുകൂടി കേൾക്കുന്നതിന് വിരോധമില്ലല്ലോ. അടുത്ത ആഴ്ച മറ്റൊരു സാഹിത്യ പരിചയവുമായിട്ട് വരാം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.